വാസുകി IAS. ആ കത്ത് കേന്ദ്രത്തിന്റെ ഇരിപ്പുണ്ടെന്നേ. ഒരു മറുകത്ത് ഇവിടെ നിന്ന് പോയില്ല, ഞങ്ങൾ പിൻവലിക്കുന്നു. അത് കത്ത് ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ആ മറുകത്ത് പോയാൽ തീർച്ചയായും തടസ്സപ്പെടും. പഞ്ചാബിന് കൊടുത്തില്ലല്ലോ 2 പ്രാവശ്യം. പിന്നെ മൂന്നാമത് പഞ്ചാബുകാർ PMCയിൽ ഒപ്പിട്ടതിന് ശേഷമാണ് കൊടുത്തത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? 1,158 കോടി രൂപയാണ് കുടിശ്ശിക. അത് തന്നോ? തന്നില്ലല്ലോ. തന്നതെന്താണ്? 92 കോടി രൂപ അംഗീകരിച്ചു. അതിൽ 16.6 കോടി രൂപ ഈ ആഴ്ച തന്നെ തരും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ കത്ത് അങ്ങോട്ട് പോയാൽ തരത്തുമില്ല. ശ്രദ്ധിച്ചോണം വിദ്യാഭ്യാസ വകുപ്പ്. ഈ സാമ്പത്തിക വർഷം 456 കോടി രൂപ SSK വിഹിതമായി ലഭിക്കണം. 1158 ഈ വർഷത്തത് 456 കോടിയാണ്. 2023-24 അവസാന 2 ഗഡു ഉൾപ്പെടെ കേന്ദ്രം ഇനി അനുവദിക്കാനുമുണ്ട്. ആകെ 1158 കോടി രൂപയാണ് കേന്ദ്രം നൽകേണ്ടത്. ഇതിനാവശ്യമായ രേഖകൾ ഉടനെ നൽകുമെന്ന് SSK ഡയറക്ടർ ഡോക്ടർ AR സുപ്രിയ പറഞ്ഞു. സുപ്രിയ മാഡം, നിങ്ങൾ ഏത് ലോകത്താണ്? ഇവിടെ നിന്ന് കേരള സർക്കാരിൻ്റെ നിങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു കത്ത് ഡൽഹിയിലേക്ക് പോയി ഞങ്ങൾ PMCയിൽ ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഫണ്ടൊന്നും വരത്തില്ല. വരൂ, അവർ പിന്നോട്ട് പോകും. എന്താണ് ഈ കേൾക്കുന്നത്? 60-40 എന്ന അനുപാതത്തിൽ 100 രൂപയാണ് തരുന്നതെങ്കിൽ 60 രൂപ കേന്ദ്ര സർക്കാരും 40 രൂപ കേരള സർക്കാരും. ഇതിൽ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ വേതനം, SSKയിലുള്ളതാണ്, ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം, ഉച്ചഭക്ഷണം എന്നിവയ്ക്കൊക്കെയുള്ള തുടങ്ങിയ തുകയാണിത് കേന്ദ്രം കുടിശ്ശികയായി നൽകുന്നത്. ഇനി വേറെ തമാശ എന്തറിയാവോ? അർഹമായ തുക കേരളത്തിന് ഉടൻ വിട്ടു നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ PMCയിൽ ഒപ്പിട്ടോളാം എന്നുള്ളതാണ്. ഇത് മാറിയിട്ടില്ല. അത് മാറിയതിന് ശേഷം അവർ തരുമെങ്കിൽ ഓക്കെ, അവർ പിറകോട്ട് പോയി തന്നു. അത് നമുക്ക് വേറെ ചർച്ച. ഞാൻ ഈ വീഡിയോ വിഡ്രോ ചെയ്തതുപോലെ നിങ്ങൾ കരുതിക്കോളൂ.